താസ കളക്ഷന്റെ പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ചൈനീസ് ടോപ്പ് ഇതിന് വെറും 299 ആണ് റേറ്റ് വരുന്നത്. ഗേൾസ് പാൻസ് 199 ഓൺലി. 299 രൂപയ്ക്ക് മെറ്റേണിറ്റി വെയർ, വെറും 150 രൂപയ്ക്ക് ലേഡി ഷോർട്സ്. സൂപ്പർ ഡേ ടീഷർട്ട് 400 രൂപ മാത്രം. ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും 250 രൂപയ്ക്ക്. ലേഡീസ് 3/4 199 ഓൺലി. ഹാഫ് സ്ലീവ് ലേഡി ടീഷർട്ട് വെറും 199 രൂപയ്ക്ക്. മെൻസ് ഹൈ ലക്ഷറി ഫുൾ സ്ലീവ് കളക്ഷൻ വെറും 250 രൂപയ്ക്ക്. താസ ഫാഷൻ മൾട്ടി ബ്രാൻഡഡ് സർപ്ലസ് സ്റ്റോർ, പാലസ് റോഡ്, ചേലക്കര. തിരുവല്ലോമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾ ദുരിതത്തിൽ. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ആശുപത്രി പ്രവർത്തനങ്ങളുടെ താളം തെറ്റുന്നു. തിരുവല്ലോമലയുടെ ഹൃദയഭാഗത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രം ഇന്ന് പരാധീനതകളുടെ നടുവിലാണ്. നിത്യേന 350ഓളം രോഗികളെത്തുന്ന ഈ കേന്ദ്രത്തിൽ കേവലം 4 ഡോക്ടർമാരും ഒരു ഫാർമസിസ്റ്റും മാത്രമാണുള്ളത്. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതുമൂലം മണിക്കൂറുകൾ കാത്തുനിന്നാൽ മാത്രമേ രോഗികൾക്ക് മരുന്നുകൾ പോലും ലഭിക്കുന്നുള്ളൂ. പ്രായമായവരും ശാരീരികമായ അവശത അനുഭവിക്കുന്നവരും ക്യൂ നിന്ന് തളർന്നു വീഴുന്ന അവസ്ഥയാണുള്ളത്. വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ ഫാർമസിയിൽ നിന്നും മരുന്ന് ലഭിക്കാത്തതിനാൽ പാവപ്പെട്ട രോഗികൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. ഒഴിവ് വന്ന ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് പുതിയ നിയമനം നടത്താൻ അധികൃതർ തയ്യാറാകാത്തതാണ് ഇതിന് പ്രധാന കാരണം. കൂടാതെ എക്സ്റേ, സ്കാനിംഗ് തുടങ്ങിയ അത്യാവശ്യ പരിശോധനകളും ഇവിടെ ലഭ്യമല്ല. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ഡോക്ടറുടെ സേവനമില്ലാത്തതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ കിലോമീറ്ററുകൾ താണ്ടി സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുന്നു. അതിർത്തി പഞ്ചായത്തുകളിൽ നിന്നടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന ഈ കേന്ദ്രത്തിന്റെ ദുരവസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും തിരുവല്ലോമല യൂണിറ്റ് സെക്രട്ടറിയുമായ പി നാരായണൻകുട്ടി ആവശ്യപ്പെട്ടു. തിരുവല്ലോമല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നഷ്ടപ്രതാപത്തിലാണ്, ശോചനീയാവസ്ഥയിലാണ് ഈ ക്ലിനിക്ക്. ഒരു സാധാരണ ഒരു ക്ലിനിക്കിന്റെ അവസ്ഥയേക്കാൾ താഴെയാണിപ്പോൾ. ഒരു പ്രഥമ ശുശ്രൂഷയെല്ലാം നൽകാനുള്ള അടിസ്ഥാന സൗകര്യം പോലും അവിടെ വളരെ കുറവാണ്. പറയാൻ 4 ഡോക്ടർമാരുണ്ട്, ഒരു ഫാർമസിസ്റ്റുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദിനംപ്രതി 10, 300, 400 രോഗികൾ ആവറേജ് ഒരു ദിവസം ഇവിടെ വന്നുകൊണ്ടിരിക്കുക. സമീപ പ്രദേശങ്ങളിലും തിരുവല്ലോമല പഞ്ചായത്തിലെയും പെരുങ്ങോട്ടുകുറിച്ചി, ലക്കിടി, പാലക്കോട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം രോഗികൾ പോകുന്നുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ വളരെ നല്ല രീതിയിൽ ചലിച്ചുകൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു അത്. കാരണം അന്ന് തന്നെ മറ്റ് സേവനങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രം, സ്ത്രീ ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് പല ഡിപ്പാർട്ട്മെന്റുകളും പലതും കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടുന്ന് ഇപ്പോൾ ഉൾവലിഞ്ഞു പോയി. ഇങ്ങനെ പോയി എന്നതിനെ പറ്റി നാട്ടുകാർക്കൊന്നും വലിയ പിടിപാടില്ല. എന്തു തന്നെയായാലും ഇപ്പോൾ വളരെ ശോചനീയാവസ്ഥയിലാണ്. മരുന്നുണ്ടെങ്കിൽ അത് കിട്ടാനോ ഉള്ള ഒരു പ്രയാസം ഭയങ്കര. കാരണം ഒരു ഫാർമസിസ്റ്റേ ഉള്ളൂ, 10-300 രോഗികൾ വരുന്നു. ചെറിയ രോഗികളെ കാത്തു നിന്നിട്ട് അവിടെ രോഗികൾ തളർന്നു വീഴുന്ന അവസ്ഥ വരെ മിക്ക ദിവസങ്ങളിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രായമായവരും രോഗം മൂർച്ഛിച്ചിട്ടുള്ളവരൊക്കെ കണ്ടമാനം കേസുകൾ, പാവപ്പെട്ടവരും അതിൽ താഴെ ഒരുപടി അങ്ങനത്തെ ജനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും അപൂർവം ഉണ്ടെങ്കിൽ തന്നെയും മറ്റുള്ളവരൊക്കെ സമീപ പ്രദേശങ്ങൾ മറ്റു ഹോസ്പിറ്റലിനെ തേടി പോകാൻ തുടങ്ങിയപ്പോൾ കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ നിലനിൽക്കില്ല. ജനപ്രതിനിധികൾ എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അവർ ശ്രദ്ധയിൽപ്പെടാണ്ടാണോ, അവർ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് മുകളിൽ നിന്നുള്ള ശ്രദ്ധ കിട്ടാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. വളരെ ശോചനീയാവസ്ഥയിലാണ്. ഇതൊരു വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ. CCV ന്യൂസ്, തിരുവല്ലോമല.